ഈ ഒരു നിമിഷത്തിലും അങ്ങോട്ട് പോകുമ്പോഴും ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോയത്. അതിലേറെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇതിലൊരു ലക്ഷ്യമുള്ളൂ. ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് 8 വർഷത്തോളം അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്ത ഒരു പൊതുപ്രവർത്തകനാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിലെ സമൂഹത്തെ വഞ്ചിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ആ വഞ്ചനയ്ക്കെതിരെയാണ് നമ്മൾ ഈ വിഷയവുമായി ആ സംവിധാനം വിട്ട് പുറത്തു വന്നത്. ഇപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്ന അടുത്തൊരു വഞ്ചനയിലേക്ക് സർക്കാർ പോവുകയാണ്. ഈ മലയോര ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയവും ഏറ്റെടുത്താണ് നമ്മൾ രംഗത്തിറങ്ങേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏറ്റെടുത്ത വിഷയം കേരളത്തിലെ ബഹുജനങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാവരും വളരെ ഗൗരവമായിട്ട് ഈ നിയമ ഭേദഗതിയെ കാണുകയും അതിനെ എതിർക്കുമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ വിജയം. എനിക്കിതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം ഈ ഒരു അറസ്റ്റ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ ഭരണകൂട ഭീകരമായിട്ടുള്ള ഈ അറസ്റ്റ് ഉണ്ടല്ലോ, ഞാനൊരു മിനിമം 3 മാസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോയത്. പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറി എക്കാലത്തും എനിക്ക് വിശ്വാസമുള്ള, നമ്മൾ ഈ പല ഫൈറ്റുകളും നടത്തുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഈ നിമിഷവും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആ സത്യസന്ധമായ ജുഡീഷ്യറിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നു, അവരതിൻ്റേതായിട്ട് നിലപാടെടുക്കുമെന്നും മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ആ ജുഡീഷ്യറിയുടെ വിശാലമായ ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ബെയില്. അതാണ് വളരെ ചുരുക്കി പറയാനുള്ളത്. അല്ല, ഇന്നലെ പോലീസിൻ്റെ അകമ്പടിയോട് കൂടി പോകുമ്പോഴും ഇതേ പ്രവർത്തകർ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾക്ക് എന്നുള്ളത് അതാണ്, ഈ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് എൻ്റെ ശക്തി. അത് ഈ നാടിൻ്റെ നാനാഭാഗത്തോ ചെറുതോ വലുതോ ആവട്ടെ, അതിൽ ഏറ്റവും പാവപ്പെട്ടവരുണ്ടാവും, അതിലേറെ വലിയവരുണ്ടാവും, വലിയ ആളുകളുണ്ടാവും. എല്ലാ സമൂഹത്തോടും ഒരുപാട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ആര് കൈവിട്ടാലും എന്നെ കൈവിടാത്തൊരു ജനത ഈ നാട്ടിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. അതാണ് നമ്മുടെ പിൻബലം. അല്ല, അത് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് കണക്കാക്കാം. എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, അത് വളരെ വിശദമായിട്ട് നാളെ 9 മണിയുടെ പത്രസമ്മേളനത്തിൽ ആ രാഷ്ട്രീയവും നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. പറഞ്ഞു എല്ലാ UDF ലീഡർഷിപ്പിനും കിട്ടിയവരോടൊക്കെ പറഞ്ഞു. എല്ലാവരും കുഞ്ഞാടി സാഹിബിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടു, തങ്ങളെ ബന്ധപ്പെട്ടു, രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടു, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു, CP ജോണിനെ ബന്ധപ്പെട്ടു. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച, അതുപോലെ തന്നെ ബിഷപ്പ്, ബത്തേരി ബിഷപ്പ്, താമരശ്ശേരി ബിഷപ്പ്, ബഹുമാനപ്പെട്ട റമജിയോസ് ഇഞ്ചാനിയൽ ബിഷപ്പ്, ഇവരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിർത്താം. അല്ല, ഇപ്പോഴത്തെയും ഈ നെക്സസ് തന്നെയാണല്ലോ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി ഇതെല്ലാം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് CPM-ഉം RSSും തമ്മിലുള്ളൊരു വലിയ നെക്സസ് തന്നെയല്ലേ. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇപ്പം നടക്കുന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് ആർക്ക് വേണ്ടിയിട്ടാണ്? RSSുമായിട്ട് നെക്സസിൻ്റെ ഭാഗമല്ലേ. ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കടക്കം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികളാണ് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ഇത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കേന്ദ്രമന്ത്രിമാരെ ഏറ്റെടുത്തില്ലേ? ഉത്തരേന്ത്യയിലും ഡൽഹിയിലും അത് ചർച്ചയായില്ലേ? കാരണം വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജനിച്ചത് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം, മുഖ്യമന്ത്രിയും അത് കഴിഞ്ഞ് എന്താ പറയുക മറ്റു മന്ത്രിമാരും എൻഡോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാരാണ്, RSSിൻ്റെയും BJPയുടെയും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ RSSും CPM-ഉം മാത്രമായിട്ടുള്ള നെക്സസിൻ്റെ കൃത്യമായ ഭാഗമല്ലേ. അതുകൊണ്ട് എവിടെ നെക്സസ് അവസാനിക്കുന്നത്? അല്ല, നാളെ ഒന്നുമില്ല. രാവിലെ 9 മണിയുടെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഈ പറയുന്ന UDF ലീഡേഴ്സിനെ കാണണം. നമുക്ക് പിന്തുണ നൽകിയ മലയോര മേഖലയിലെ
ഈ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ കാണേണ്ടതുണ്ട്. ഇനി ഈ ഒരു സംവിധാനത്തെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ്. അതിൽ ഒരു കാരണവശാലും ഈ ബില്ല് അവിടെ പാസ്സാവാൻ പാടില്ല. ആ നിലപാടെടുക്കാൻ ശക്തമായ സമരം തുടങ്ങുമെന്നാണ് ഇന്നിപ്പോൾ കുഞ്ഞാടി സാഹിബിൻ്റെ പ്രസ്താവന കാറിൽ വരുമ്പോൾ ഞാൻ കേട്ടത്. ജനങ്ങൾ എതിർത്തെങ്കിലും സഭയിലെത്തിയാൽ ഇത് പാസ്സാകും ഉറപ്പല്ലേ. 98 MLA അവരുടെ കൂടെ, മൃഗീയമായ ഭൂരിപക്ഷം. എന്ത് ബില്ല് കൊണ്ടുവന്നാലും പാസ്സാക്കാൻ കഴിയും. അതുകൊണ്ട് സഭയിൽ ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെൻറ് ഉണ്ടാവരുത്. ആ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉയർന്നു വരണം. എങ്കിൽ മാത്രമേ ഈ ജനങ്ങളെ ഇതിന് രക്ഷിക്കാൻ കഴിയുള്ളൂ.